കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയൊക്കെ അടുത്ത ആഴ്ചയിലെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മഹേശ്വരനെ നന്ദ പൊളിച്ചെടുക്കുവാണ്. മഹേശ്വരൻ നല്ല 8ന്റെ പണി കൊടുത്ത് ഗാഥയുമായിട്ട് നന്ദ വീട്ടിലേക്ക് വരുന്നു. പിന്നീട് അതിനുശേഷം വീട്ടിലുണ്ടാകുന്ന കുറെ സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ നന്ദ രക്ഷപ്പെടുവാണ്. നന്ദ രക്ഷപ്പെട്ട് നേരെ ഗാഥേനെ കൂട്ടിക്കൊണ്ടാ പിന്നെ ഇന്ദീവരത്തിലേക്ക് വരുന്നേ. ആ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഗാഥയുമായിട്ട് വരുന്ന നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പം ഇടിവെട്ടേറ്റ പോലെയാണ് മഹേശ്വരൻ നിൽക്കുന്നത്. മഹേശ്വരൻ ഒന്നും പറയാൻ പറ്റിയില്ല. അവസാനം ഒരു കേക്കിന്റെ പീസ് ഗാഥയ്ക്കും കൊടുക്കേണ്ടി വന്നു മഹേശ്വരന്. അങ്ങനെ ആദ്യമായിട്ട് അച്ഛന്റെ കൈയും കൊണ്ട് ഒരു പിറന്നാൾ കേക്ക് കഴിക്കുവാണ് മോള്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് സന്തോഷമായി. പക്ഷെ ഇതൊന്നും സഹിക്കാതെ മഹേശ്വരൻ ഇങ്ങനെ ആകപ്പാടെ അടിമുടി എരിഞ്ഞ് നിൽക്കുമായിരുന്നു. നന്ദയും കൂട്ടി വന്നതിന്റെ പേരില് ഗാഥയെ കൂട്ടി വന്നതിന്റെ പേരില് നന്ദയോട് ഭയങ്കരമായിട്ട് മഹേശ്വരൻ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷെ നന്ദ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇതിന്റെ പേരിൽ കുടുംബത്തെ ഇന്ദീവരത്തിലാണെങ്കിൽ നല്ല വഴക്കുമായി. നന്ദേനെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ഗൗതമിനെ വരെ ഒറ്റപ്പെടുത്തി. അവസാനം ഗൗതമിന് നന്ദയോട് പരുഷമായിട്ട് സംസാരിക്കേണ്ടി വന്നു. സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. ആരോടും ചോദിക്കാതെ ഗാഥയും കൂട്ടി വീട്ടിലേക്ക് വന്നു. അതായിരുന്നു നന്ദയിൽ ആരോപിക്കപ്പെട്ട കുറ്റം. പക്ഷെങ്കിൽ നന്ദ വിട്ടുകൊടുത്തില്ല. പക്ഷെ മഹേശ്വരന് എത്രയും പെട്ടെന്ന് തന്നെ ഗാഥേനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നുണ്ടായിരുന്നു. പക്ഷെ നന്ദ ഇങ്ങനെ തലയ്ക്ക് നിൽക്കുന്നത്. നന്ദ പോയി ഞാൻ മഹേശ്വരനോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ സ്വന്തം ചോരയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഗാഥനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനി ഗാഥനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനെങ്ങനെ അച്ഛന്റെ ശ്രമം ഉണ്ടെങ്കിലോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഗാഥ അച്ഛന്റെ മോളാന്നുള്ള സത്യം. അങ്ങനെ ഇത് വേണോ? അതുകൊണ്ട് അച്ഛൻ അടങ്ങി ഒതുങ്ങിയിരുന്ന അച്ഛന് കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാന്ന് പറയാം. മഹേശ്വരന് പത്തി താഴ്ത്തി. താത്താതിരിക്കാൻ നിർവാഹമില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി. നന്ദ ആ സെക്കൻഡിലെല്ലാം വിളിച്ചു പറയും. താൻ ഈ വീട്ടിൽ നിന്ന് ഔട്ടാകും. പിന്നീട് ഗാഥയെ എല്ലാരും കണ്ടുകൊണ്ടിരുന്ന ഒരു ശത്രുവിനെ കാണുന്ന പോലെയായിരുന്നു. മഹേശ്വരനാണ് ഗാഥനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഗാഥയ്ക്ക് വല്ലാത്ത വിഷമമായി. ഗാഥ അവസാനം നന്ദയോട് പോയി പറഞ്ഞു, വേണ്ട നന്ദേച്ചി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം. ഞാൻ കാരണം നന്ദേച്ചിക്കും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നന്ദ അനുഭവിക്കുന്ന വേദന ഗാഥയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എല്ലാവരും നന്ദേനെ ഒറ്റപ്പെടുത്തിയപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു, ഗാഥ നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. നീ നന്നായിട്ട് ഇവിടെ നിൽക്കുക. നന്നായിട്ട് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങണം. അതിനുശേഷം അതുവരെ ഞാൻ ഈ വീട്ടിൽ നിന്നെ നിർത്തും. പിന്നെ അറിയാലോ, പതുക്കെ എല്ലാവരും ഈ വീട്ടിൽ സത്യങ്ങളൊക്കെ അറിയും. ഗൗതം സാർ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു പെങ്ങൾ കൂട്ടിയപ്പോൾ നിന്നെ സ്നേഹിച്ച് നിന്നെ നെഞ്ചോട് ചേർക്കുള്ളൂ. അതുവരെ നീ ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗാഥയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. പക്ഷെ ഗാഥയ്ക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു. പിന്നെ ഗാഥ കോളേജിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഗാഥ കോളേജിലേക്ക് പോകുന്ന ഇന്ദീവരത്തിലുള്ള മോഹിനിക്കോ പിങ്കിക്കോ അവർക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് സുഖിച്ച് ഇവിടുത്തെ തീറ്റയും തിന്ന് തങ്ങളുടെ ചെലവിൽ കഴിയുവാണ്. ആ ഒരു ചിന്തയായിരുന്നു ഗാഥനെ കുറിച്ച് അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. പിന്നീട് മോഹിനി പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടപ്പാവില്ല. ഏതോ ഒരു പെണ്ണ് ഇവിടെ വന്ന് കിടന്ന് സൂചിച്ച് കഴിക്കുന്നത് നമ്മൾ ഇന്ദീവരത്തിലുള്ളവരെ അനുഭവിക്കേണ്ട. ഇതൊക്കെ എങ്ങുന്ന വന്നൊരു പെണ്ണ് അനുഭവിക്കേണ്ട അല്ല എന്ന് പറയാണ്. ഇതിന്റെ പേര് വഴക്കുണ്ടാകുവാണ്. അവസാനം ഗാഥ എന്ത് ചെയ്യുവാണ്, ഗാഥ പറഞ്ഞു, ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ കോളേജിലേക്ക് പൊക്കോളാന്ന്. അങ്ങനെ ഗാഥ എല്ലാ ജോലികളും ആ വീട്ടിലെ ചെയ്യുവാണ്. അടിച്ചു വാരി തുടച്ച് എല്ലാം ചെയ്യുവാണ്. അങ്ങനെയൊക്കെ അതെല്ലാം ജോലികളെല്ലാം ചെയ്തിട്ടാണ് ഗാഥ കോളേജിലേക്ക് പോകുന്നത്. ഈ സമയത്തും ഗാഥയുടെ ഉള്ളിൽ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം രക്ഷപ്പെടും. എന്തെങ്കിലും ഒരു കാലത്തിൽ അച്ഛൻ താൻ മോളാന്നുള്ള സത്യം എല്ലാവരോടും തുറന്നു പറയും. ആ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ മഹേശൻ എന്ത് ചെയ്യാണ്, ഗാഥനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണ്. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ ചെയ്യുന്ന അറിയാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ഗാഥ വിട്ടുകൊടുക്കാനും സമ്മതമല്ലായിരുന്നു. ഗാഥ മഹേഷിനുമായിട്ട് ഏറ്റുമുട്ടുവാണ്. ഗാഥ പറഞ്ഞു, ഇത്രയും കാലമായി ഇന്ന് വരെ ഞാൻ എൻ്റെ അമ്മയെ ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല. എൻ്റെ പേരിന്റെ സ്ഥാനത്ത് എനിക്ക് പറയാൻ പേരിന് പോലൊരു അച്ഛനില്ല, അറിയാവോ? ആ വേദന എന്താണെന്ന് നിങ്ങൾ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം നന്ദേച്ചി വന്ന് എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടേ ആക്കിയേക്കുന്നത്. എന്നെങ്കിലും ഒരിക്കല് നിങ്ങൾ സ്വന്തം മോളാന്ന് എന്നെ അംഗീകരിക്കണം. അങ്ങനെ ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതൊക്കെ പറയാം. മഹേശ്വരൻ പറഞ്ഞു, അങ്ങനെ ഒരു ദിവസം ഉണ്ടാകാൻ പോകുന്നില്ലടി. അതിനു മുമ്പ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ ഗാഥനെ വെല്ലുവിളിക്കുകയാണ്. പക്ഷെ ഈ വെല്ലുവിളി ഒന്നും കേട്ട് ഗാഥ തളർന്നില്ല. കാരണം എന്താ, ഫുൾ സപ്പോർട്ടോടെ നന്ദ കൂടെ ഉണ്ടായിരുന്നു. നന്ദ പറഞ്ഞു, നമ്മളിങ്ങനെ ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തളരരുത്. നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രം നമുക്ക് ജീവിതത്തിൽ ഒരു ഉന്നതിയിലെത്താൻ സാധിക്കുള്ളൂ. പിന്നീട് നന്ദ ഗാഥയുമായിട്ട് സാക്ഷിമൊഴി പറയാനൊക്കെ പോകുന്നുണ്ട്.
നന്ദയെ ഫുൾ സപ്പോർട്ടായിട്ട് പോകുന്നേ. നന്ദ അവളെ പിന്നെ ഗാഥയ്ക്ക് ഒരു പേടിയുടെ ആവശ്യമില്ലായിരുന്നു. ഇടയ്ക്ക് സുജാത വിളിച്ച് ഗാഥയെക്കുറിച്ചൊക്കെ നന്ദയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നന്ദ സുജാതയ്ക്ക് ധൈര്യം പറഞ്ഞു കൊടുത്തു. ഈ സമയത്ത് ഗാഥയുടെ വീട്ടിൽ വന്നിട്ട് ബാലാജി വളരെയധികം ഭീഷണിപ്പെടുത്തുന്നത്. ഗാഥേനെ കണ്ടില്ല. ആ സമയത്ത് സുജാതേനെയാണ് വെല്ലുവിളിച്ചിട്ട് പോകുന്നത്. അവൾ എവിടെയുണ്ടെങ്കിലും അവളെ ഞാൻ കണ്ടെത്തുന്നൊക്കെ, ഒരു കാരണവശാലും അവൾക്ക് ഒളിച്ചോടാൻ പറ്റില്ലെന്നൊക്കെ. അവസാനം ബാലാജി ആ സത്യം അറിയാണ്, നന്ദയോടൊപ്പമാണ് ഗാഥയുള്ളതെന്നൊക്കെ. പക്ഷെ അവിടെ കയറി കളിക്കാനായിട്ട് ബാലാജി ഒന്ന് ഭയന്നു. ACPയുടെ വീടാണ്, അവിടെ കയറി ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് നല്ല പണി കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ബാലാജി അടങ്ങിയിരിക്കുമായിരുന്നു. അവസാനം ഗാഥ പോയി മൊഴി കൊടുക്കുകയാണ് ബാലാജിക്കെതിരെ. അങ്ങനെ ബാലാജി വീണ്ടും ജയിലിലേക്കാവുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗൗതമും നന്ദയും തമ്മിലൊരു അകൽച്ചയായി. ഗാഥയുടെ പേരിൽ തന്നെ അകൽച്ചയാണ്. എല്ലാവരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേന് ഗൗതമിനും പിന്നെ നിവൃത്തിയില്ലായിരുന്നു. ഗൗതം താൻ പറയുന്നൊന്നും നന്ദ കേൾക്കുന്നില്ല. ഗാഥനെ വീട്ടിൽ കൊണ്ടേ വിടണമെന്ന് പറഞ്ഞു. പക്ഷെ നന്ദ അതനുസരിച്ചില്ല. പക്ഷെ അതിന്റെ പേരിൽ ഗൗതവും നന്ദയും തമ്മിൽ വഴക്കുകളൊക്കെ ആയി. പക്ഷെ എന്നാലും വിട്ടുകൊടുക്കാനായിട്ട് നന്ദ തയ്യാറല്ലായിരുന്നു. ഗാഥ ഗൗതമിന്റെ പെങ്ങളാണ്. ഇവിടെ ഇന്ത്യവരത്തി വളരേണ്ട കുട്ടിയാണ്. അവളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ നന്ദയ്ക്ക് ആവുമായിരുന്നില്ല. അങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് ഗാഥേനെ അവിടെ നിർത്തുക. ഗാഥയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാവിലെ ജോലികളൊക്കെ തീർത്ത് കോളേജിൽ പോകും. പിന്നീട് വൈകുന്നേരം വന്നിട്ടായിരിക്കും ജോലികളൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് മോഹിനിയുടെയും പിങ്കിയുടെയും വക പീഡനങ്ങൾ അത് വേറെ. കാരണം വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അല്ലാതെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ജോലികളും എത്ര ജോലി ചെയ്താലും അവർക്ക് മതിയാകുന്നില്ലായിരുന്നു. അവർ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ നന്ദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഗാഥ തളർന്നു പോകുന്ന സമയത്ത് നന്ദ ആശ്വാസമായിട്ട് കൂടെ നിന്നു. പക്ഷെ അവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. കാരണം ഗാഥേനെ ഒരു വഴിക്ക് എത്തിക്കുന്നോടം വരെ, സത്യങ്ങളൊക്കെ ഇന്ത്യവരത്തിൽ എല്ലാവരും അറിയുന്നോടം വരെ കുറച്ച് സാവകാശമാണ് നന്ദയ്ക്ക് അറിയായിരുന്നു. അപ്പൊ നന്ദയ്ക്ക് വേറെ പോകാനൊരു ഇടവില്ല, ഇത്ര സേഫ് ആയിട്ടുള്ള ഇടവില്ല. അതുകൊണ്ട് മാത്രം നന്ദ അവിടെ ഗാഥനെ പിടിച്ചു നിർത്താണ്. ഇതിന്റെ ഇടയ്ക്ക് ഗൗതം എന്ത് ചെയ്യാണ്, ഗൗതം അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വീണ്ടും പോകുന്നുണ്ട്. അർജുൻ ജീവിച്ചിരിപ്പെടുന്നുള്ള വിവരം കിട്ടി. അപ്പൊ വീണ്ടും അർജുനെ ഹരിദ്വാറിൽ വെച്ച് കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് ഗൗതം തിരിക്കുന്നുണ്ട്. അവിടെ ഒരു അർജുനെ കണ്ടെത്താൻ പറ്റുമോ, അപ്പൊ എങ്ങനെയും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരണം. അത് മാത്രമല്ല അവിടെ റിപ്പോർട്ട് ചെയ്യണം, മിലിറ്ററി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അർജുന് പ്രശ്നമാവും. അപ്പൊ അർജുൻ അതിന്റെ കാര്യങ്ങളുമായിട്ട് ഗൗതം അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഈ സമയത്തും ഗൗതമിൻ്റെ ഉള്ളൊരു ചോദ്യചിഹ്നം കടന്നേ, നന്ദ എന്തുകൊണ്ടായിരിക്കും ഗാഥേനെ സംരക്ഷിക്കുന്നത്? അങ്ങനെ വെറുതെ അങ്ങനെ ചെയ്യത്തില്ല, എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. അവസാനം നന്ദ ആ സത്യങ്ങളൊക്കെ ഗൗതമിനോട് പറയുവാണ്. ഗാഥ ആരാന്നുള്ള സത്യം, അവളും ഗൗതവുമായിട്ടുള്ള ബന്ധം എന്താണ്, പിന്നെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആരാന്നൊക്കെ ആ സത്യങ്ങളൊക്കെ അവസാനം നന്ദ അറിയുന്നുണ്ട്. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് തന്റെ അമ്മായച്ചനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നന്ദയിൽ ഒരു നിമിഷം ഒരു ഞെട്ടലുണ്ടായി. ഇത്രയൊന്നും ബാലാജി ആന്നോർത്തായിരുന്നേ. പക്ഷെ അല്ല, ഗൗതവും ആ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അച്ഛനാണ് ഈ ക്രൂരമായ പ്രവൃത്തിക്ക് പിന്നിൽ നിന്ന്. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പം നടക്കാൻ പോകുന്നൊരു വമ്പൻ ടിസ്റ്റ് തന്നെയായിരിക്കും. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.